ഓപ്പൺ മെഡ് സ്കൂളിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ ആൻഡ്രൂസ്, പ്രൊഫസർ ഓഫ് മെഡിസിൻ, കൺസൾട്ടന്റ് ന്യൂറോളജിസ്റ്റ്. രക്തത്തിലെ ഷുഗറിൻ്റെ പരിശോധന, അതിൻ്റെ പ്രാധാന്യം, ഇതാണ് ഇന്നത്തെ വിഷയം. ബ്ലഡ് ഷുഗർ എന്നാൽ എന്താണ്? ഇത് നമുക്കറിയാം, നമ്മൾ കഴിക്കുന്ന അന്നജത്തിൽ നിന്നും ശരീരത്തിലേക്ക് ഗ്ലൂക്കോസായി മാറ്റി അതാണ് ശരീരകോശങ്ങളുടെ എനർജിയുടെ ഉറവിടം. ഇതിൻ്റെ ലെവല് ആണ് നമ്മൾ സാധാരണഗതിയിലെ ബ്ലഡ് ഷുഗർ അല്ലെ ബ്ലഡ് ഗ്ലൂക്കോസ്, ചിലപ്പോൾ രക്തത്തിലെ പഞ്ചസാര എന്ന പേരിൽ അറിയപ്പെടുന്നത്. ശരിയായ നിലയിൽ അത് നിലനിർത്തുന്നത് ആരോഗ്യത്തിന് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ എപ്പോഴാണ് ഷുഗർ ടെസ്റ്റ് ചെയ്യുക? ഒരു പ്രമേഹ രോഗമുള്ളവർക്ക് ഒരു റെഗുലർ ചെക്കപ്പിൻ്റെ ഭാഗമായിട്ട് ചെയ്യാം. അതുകൂടാതെ ഷുഗർ കൂടിയിട്ടുണ്ടോ കുറഞ്ഞിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി ചില ലക്ഷണങ്ങളുണ്ടാകുമ്പോൾ നമ്മൾ ചെയ്ത് നോക്കും. പിന്നെ പ്രമേഹത്തിന് മുമ്പുള്ള ഒരു സ്റ്റേജാണ് പ്രീ ഡയബറ്റീസ്, അതായത് ഡയബറ്റീസ് വരുന്നതിന് തൊട്ട് മുമ്പുള്ള അവസ്ഥ, ഇത് കണ്ടെത്താൻ. പിന്നെ പ്രമേഹം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ടൈപ്പ് 1, ടൈപ്പ് 2, ഇതുകൂടാതെ ഗർഭകാലത്തുണ്ടാകുന്ന ഡയബറ്റീസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഗർഭിണികളിൽ ഷുഗർ ഉണ്ടോ എന്നുള്ള ടെസ്റ്റ് ചെയ്യും, അതായത് ഗർഭകാല ഡയബറ്റീസ് കണ്ടെത്താനായിട്ട്. ഇനി ഷുഗറുള്ള ആൾക്കാർക്ക് ഞാൻ പറഞ്ഞു, ചില സമയങ്ങളിൽ ഷുഗർ കൂടിയോ കുറഞ്ഞോ എന്നറിയാനായിട്ട് ചെയ്യും. അപ്പം ഷുഗർ കൂടിയാൽ സാധാരണ കാണുന്ന ലക്ഷണങ്ങൾ ക്ഷീണം, ദാഹം, കണ്ടമാനം മൂത്രമൊഴിക്കുക എന്നിവയാണ്. കുറഞ്ഞാൽ തലചുറ്റുക, അമിതമായി വിയർക്കുക, ബോധക്ഷയം ഉണ്ടാകുക, രാത്രി ദുസ്വപ്നങ്ങൾ ഉണ്ടാകുക, ഇങ്ങനെയുള്ള പല സിംറ്റംസ് ഉണ്ടാകാം. ഇതുകൂടാതെ ചിലപ്പോൾ ഫിക്സ് വരെ വരാം, ബോധക്ഷയവും ഫിക്സും വരാം. ഇനി ഷുഗറുകളുടെ ഈ ടെസ്റ്റുകളുടെ എന്തൊക്കെ തരങ്ങളാണ്? നമ്മൾ പ്രധാനമായിട്ടും ഒന്ന് ഫാസ്റ്റിംഗ് ഷുഗർ. 8 മണിക്കൂറെങ്കിലും ഉപവസിച്ചതിന് ശേഷം ടെസ്റ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ഫാസ്റ്റിംഗ് ഷുഗർ എന്ന് പറയുക. വെള്ളം വേണമെങ്കിൽ കുടിക്കാം. പിന്നെയുള്ള റാൻഡം ഷുഗർ. റാൻഡം ഷുഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണത്തുമായിട്ട് ബന്ധപ്പെടാതെ ഏത് സമയത്ത് വേണമെങ്കിലും ചെയ്യുന്ന ഷുഗറാണ് റാൻഡം ഷുഗർ. പിന്നെയുള്ളത് ഓറൽ ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ്, OGTT എന്നാണ് പറയുക. ഇത് ആദ്യമേ നമ്മൾ രക്തം എടുക്കുന്നു, അതിനുശേഷം ഒരു 75 ഗ്രാം അല്ലെങ്കിൽ 50 ഗ്രാം, അത് ഓരോ അവസ്ഥയനുസരിച്ച് ഷുഗർ, അതായത് ഗ്ലൂക്കോസ് കൊടുത്ത് അതിനുശേഷം ഇടവിട്ട് 2 മണിക്കൂർ നേരത്തേക്ക് പലതവണയായിട്ട് രക്തപരിശോധന ചെയ്ത് നോക്കുന്നതിനെയാണ് നമ്മൾ ഓറൽ ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് എന്ന് പറയുക. ഇത് സാധാരണയായിട്ട് ഗർഭിണികൾ ചെയ്യും. ഇതുകൂടാതെ ചില പ്രമേഹത്തിൻ്റെ ചില പ്രത്യേക വിഭാഗങ്ങൾ കണ്ടെത്താനായിട്ട്, അല്ലെങ്കിൽ രക്തത്തിലെ ഷുഗറിൻ്റെ ചില അവസ്ഥാവിശേഷങ്ങളിൽ നമ്മളിത് ഡോക്ടർ നിർദ്ദേശാനുസരണം ചെയ്യുന്നൊരു ടെസ്റ്റാണ് ഓറൽ ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ്. ഇനി എങ്ങനെയാണ് ടെസ്റ്റിന് തയ്യാറാവുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞു, പ്രത്യേക ഒന്നും ആവശ്യമില്ല. 8 മണിക്കൂർ ഉപവസിക്കുക, വെള്ളം ഒഴികെ ഒന്നും കഴിക്കരുത്. ഇതുകൂടാതെ ഡോക്ടർ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പാലിക്കുക. ഇനി റിസൾട്ട് സാധാരണഗതിയിൽ 1 മുതൽ 2 മണിക്കൂറിനുള്ള റിസൾട്ട് കിട്ടും. ഇനി ഹീമോഗ്ലോബിൻ A1C എന്നൊരു ടെസ്റ്റ് ഉണ്ട്. അത് ശരിക്കും ഒരു 2 മുതൽ 3 മാസം വരെയുള്ള ഷുഗറിൻ്റെ ആവറേജ് കണ്ടെത്തുന്നൊരു ടെസ്റ്റാണ്. ഇത് ചിലപ്പം 1-2 ദിവസങ്ങൾ റിസൾട്ട് കിട്ടാൻ സമയമെടുക്കാം. ഇനി ടെസ്റ്റ് അബ്നോർമൽ ആണെങ്കിൽ ചിലപ്പം വീണ്ടും ടെസ്റ്റ് ചെയ്യേണ്ടി വരാം, കൂടുതൽ ടെസ്റ്റ് ചെയ്യേണ്ടി വരാം. ജീവിതശൈലിയിൽ മാറ്റങ്ങൾ, ചില വ്യക്തികൾക്ക് മരുന്ന്, വ്യക്തിഗതമായിട്ടുള്ള ചികിത്സാ പദ്ധതികൾ ഉണ്ടാവും. ഇനി ഷുഗറിൻ്റെ നോർമൽ വാല്യൂ എത്രയെന്ന് നോക്കാം. ഒരു ആരോഗ്യവാനായ വ്യക്തിക്ക് ഫാസ്റ്റിങ്ങിൽ 70 മുതൽ 100 വരെ, അതായത് 100-ൽ താഴെ ആയിരിക്കണം. ഭക്ഷണം കഴിച്ച് 2 മണിക്കൂറാണെങ്കിൽ അത് 140-ൽ താഴെ ആയിരിക്കണം. അപ്പോൾ ഈ വാല്യൂ പുറത്തിരിക്കണം. 100, 140. ഭക്ഷണം കഴിക്കാതെ 100-ൽ താഴെ, ഭക്ഷണം കഴിച്ചതിന് ശേഷം 140-ൽ താഴെ. ഹീമോഗ്ലോബിൻ A1C ആണെങ്കിൽ നമ്മൾ പറയുന്നത് 5.7, അതിൽ താഴെ ആയിരിക്കണം. ഇനി എപ്പോഴാണ് ഷുഗർ എന്ന് പറയുക അല്ലെങ്കിൽ ഡയബറ്റീസ് എന്ന് പറയുക? ഫാസ്റ്റിംഗ് 126 കൂടുതൽ, ഫുഡിന് ശേഷമുള്ള, അതായത് 2 PPPS PP ഷുഗർ 200 മില്ലിഗ്രാമിൽ കൂടുതൽ, ഹീമോഗ്ലോബിൻ A1C ആണെങ്കിൽ 6.5. ഇതിന് രണ്ടിനും ഇടയിൽ വരുന്നതിന് നമ്മൾ സാധാരണ പറയുന്നത് പ്രീ ഡയബറ്റീസ്, അതായത് ഡയബറ്റീസ് ഉണ്ടാകാനുള്ള സാധ്യതയുള്ളവർക്കാണ്. ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, ഷുഗറിൻ്റെ ടെസ്റ്റ് വളരെ ലളിതമാണ്, ഇത് പ്രാധാന്യമുള്ളതാണ്. അത് ഡയബറ്റീസ് നേരത്തെ കണ്ടെത്താൻ സഹായിക്കുന്നു, ആരോഗ്യം സംരക്ഷിക്കാൻ അനിവാര്യമാണ്. അതുകൊണ്ട്
മിക്കവാറും 45 വയസ്സിന് ശേഷം എല്ലാവരും തന്നെ ഷുഗർ ടെസ്റ്റ് ചെയ്ത് നോക്കണം.